ഹലോ, നമസ്കാരം. എല്ലാവർക്കും കുക്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇനി ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മൾക്ക് അവൽ വെച്ച് എങ്ങനെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഊത്തപ്പം ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. ഇത് നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ നല്ല ഹെൽത്തിയുമാണ്. ഇപ്പോൾ നമ്മളുടെ ലോകം മൊത്തം കൊറോണ വൈറസ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല കരുതലോടെ നമ്മളുടെ വീട്ടിൽ തന്നെ ഗവൺമെൻറ് പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും അനുസരിച്ചിരിക്കുക. ഫ്രീക്വൻ്റ് ആയിട്ട് കൈ കഴുകുക, അതുപോലെ തന്നെ വീട്ടിൽ തന്നെ ഇരിക്കുക, അനാവശ്യ കാര്യങ്ങൾക്ക് പുറത്തിറങ്ങാതിരിക്കുക, അതുപോലെ തന്നെ നല്ല ഇമ്മ്യൂണിറ്റി തരുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഊത്തപ്പത്തിനായിട്ട് ഞാൻ 1 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. വെള്ള അവൽ, ഇതിന് പകരം ചുമന്ന അവലും എടുക്കാവുന്നതാണ്. ഇതിന് ശേഷം ഒരു 15 മിനിറ്റ് നിന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണ്, നല്ലപോലെ ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് പേരൊക്കെ കുറേ നെഗറ്റീവ് കമൻറ്റ്സ് പറയുന്നുണ്ട് നമ്മൾ ഈ കൊറോണയുടെ സമയത്ത് വീഡിയോ ഇടുന്നതിനെക്കുറിച്ച്. പക്ഷേ ഞാൻ പറയട്ടെ, നമ്മൾ ആരും ഫോൺ എടുക്കാതെയും മൊബൈൽ എടുക്കാതെയും കൊറോണ എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുകയല്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണാം. പിന്നെ ഞാനിപ്പോൾ ഒരു പാചക പരീക്ഷണത്തിനും ഞാനൊരു പാചക പരീക്ഷണത്തിനും നിൽക്കാറില്ല. ഈ വീഡിയോസൊക്കെ ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്തതാണ്. ഇപ്പോൾ വളരെ കൺട്രോൾഡ് ആയിട്ടാണ് നമ്മളുടെ കയ്യിലുള്ള ഫുഡ് ഐറ്റംസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുക. ഇപ്പോൾ ഇതാ അവലൊരു 15 മിനിറ്റിന് ശേഷം നല്ലതുപോലെ വെള്ളം കുടിച്ച് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കണം. അത് 1 ടീസ്പൂൺ തൈരാണ്. നമ്മളിത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഒരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ തൈര് ചേർക്കുന്നത്. ഇത് അധികം പുളിയുള്ള തൈര് ചേർക്കണ്ട, അധികം വെള്ളമുള്ള തൈരും ചേർക്കരുത്. കട്ട തൈര് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പോളം റവ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതാ നമ്മളുടെ അവലും റവയും തൈരും എല്ലാം കൂടിയുള്ള മിക്സ് ഒരു മിക്സിയിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതിന് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് അരയാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. കൂടുതൽ വെള്ളം വേണമെങ്കിൽ നമ്മൾക്ക് അവസാനം മിക്സ് ചെയ്തെടുക്കുക. കാരണം ഇത് കൂടുതലങ്ങ് ലൂസായി പോകരുത് ബാറ്റർ. കുറച്ചൊരു തിക്നെസ് വേണം ബാറ്ററിന്, നമ്മളുടെ ദോശമാവിനേലും കുറച്ചുകൂടെ. ഇപ്പോൾ ഇതാ ഞാൻ ഈ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ദോശമാവിനേലും കുറച്ചും കൂടി തിക്കായിട്ട് വേണം. കാരണം എന്ന് പറഞ്ഞാൽ ഊത്തപ്പം പൊതുവെ ദോശേനേലും കുറച്ചും കൂടി തിക്കായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റവയൊക്കെ ഒന്ന് അതിൽ കിടന്നൊന്ന് കുതിർന്ന് വരണം. അപ്പം നിങ്ങൾക്ക് സമയമില്ലെങ്കിലും ഇങ്ങനെ തന്നെ ചുട്ടെടുക്കാം. പക്ഷേ റവ ഒന്ന് കുതിർന്ന് വരുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമ്മളിതൊരു 10 മിനിറ്റ് വെക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി ഒന്ന് തിക്കാവും. അങ്ങനെയാണെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചൊന്ന് ലൂസ് ചെയ്യണം. ഈ ഒരു തിക്നെസ്സിൽ കിട്ടണം മാവ് ചൂടാൻ നേരത്ത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഊത്തപ്പത്തിൻ്റെ മുകളിൽ നമ്മൾ പച്ചക്കറികൾ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് അതിടും. അതിന് ഞാൻ എടുത്തേക്കുന്നത് എല്ലാം ഒരു 2 ടേബിൾ സ്പൂൺ വീതം തക്കാളി, ക്യാരറ്റ്, പിന്നെ കുറച്ച് സവാള, തേങ്ങ ഓപ്ഷണലാണ്, പിന്നെ പച്ചമുളക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടുക. അതിൻ്റെ ക്വാണ്ടിറ്റി അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഇതാ ഞാൻ ആ ബാറ്റർ ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തിക്കായപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കിയിട്ടുണ്ട്. അത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ദോശമാവിനേലും കുറച്ചൊരു പൊടിക്ക് ടൈറ്റായൊരു കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇപ്പോൾ ഇതാ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു മുരിവ് കിട്ടാനാണ്. നിങ്ങൾക്ക് ഇതിന് പകരം നെയ്യ് ഉപയോഗിക്കാം. ഇപ്പോൾ ഇതൊന്നും താല്പര്യമില്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് ഇളകി വരും, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഒന്നും ഒഴിക്കാതെ തന്നെ നമുക്ക് ഊത്തപ്പം ചുട്ടെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ഒരു തവി ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു അരത്തവിയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇത് അധികം പരത്തുന്നില്ല, വലിയൊരു ഷേപ്പിലല്ല എടുക്കുന്നത്, ചെറിയ ഊത്തപ്പമായിട്ടാണ് എടുക്കുന്നത്. ഇനി തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിനുശേഷം ഇതിൻ്റെ പൊക്കത്തേക്ക് വെജിറ്റബിൾസ് വെച്ച് കൊടുക്കുക. ഒരു സൈഡ് ആയ ശേഷം തിരിച്ചിടണം. ഇപ്പോൾ ഇതാ ഇത് ഓൾമോസ്റ്റ് ഒരു സൈഡ് ആയിട്ടുണ്ട്. നമ്മൾക്ക് തിരിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം വെജിറ്റബിൾസ് ഒക്കെ ഉള്ളതുകൊണ്ട് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് തിരിച്ചിട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഊത്തപ്പത്തിൽ തന്നെ നല്ലപോലെ സ്റ്റിക്ക് ചെയ്യും. അതുപോലെ തന്നെ ഇത് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ദോശമാവില്ലെങ്കിലും എല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഉറപ്പായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇത് ടൊമാറ്റോ ചട്നിയുടെ അതുമാതിരി കോക്കനട്ട് ചട്നി, പിന്നെ ഒന്നുമില്ലെങ്കിലും നമുക്ക് ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാനും നല്ലതാണ്. പിന്നെ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിടുമ്പോൾ അവരറിയത്തില്ല കഴിക്കുമ്പോൾ. പിന്നെ അവലും നല്ലതാണ് നമ്മളുടെ ബോഡിക്ക്. ഈ വെള്ള അവലിനേലും കുറച്ചുകൂടെ നല്ലതാണ് ചുമന്ന അവൽ. അപ്പോൾ
അപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അടുത്ത ഊത്തപ്പം ഞാൻ ഇട്ടിട്ടുണ്ട്. ആദ്യത്തെ ഊത്തപ്പം മാറ്റിയ ശേഷം ഇത് നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. പിന്നെ ഈ പിക്കീറ്റേഴ്സ് വെജിറ്റബിൾസൊക്കെ പെറുക്കി കളയുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് കൊടുക്കാൻ വളരെ നല്ലതാണ്. കാരണം ചെറുതായിട്ട് ഇടുമ്പോൾ അവരറിയത്തില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്